ഇട്ടിട്ട് സമസ്ത ശുദ്ധിയാവും. ഇന്നിപ്പോൾ സമസ്തകളെ ജമിയത്തുൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സമസ്തൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടും വഹാബിസം വളർത്താനും പലരും സമസ്തനെ ദുരുപയോഗപ്പെടുത്തുക. സമസ്തൻ്റെ ഉള്ളിൽ കയറിയിട്ട് അത് ഏത് കാലത്തും സമസ്തനെ പല ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തിയ പലരും ഉണ്ട്. പക്ഷെ ഓലൊക്കെ പിടിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് സമസ്ത ശുദ്ധിയാവും. നമുക്കറിയില്ലേ, ഇന്നിപ്പോൾ അതാണല്ലോ നടക്കുന്നത്. സമസ്തൻ്റെ ഉള്ളിൽ രാഷ്ട്രീയക്കാർക്കും വേണ്ടി പണിയെടുക്കുക, അതേപോലെ തന്നെ പിന്നെ വഹാബിയക്കും വേണ്ടി പണിയെടുക്കുക. ഇതൊക്കെയാണല്ലോ. ഇതൊക്കെ പാടെ പുകട്ടാണ്ട് കണ്ട് ചാടിച്ച് കാസിമി ഉസ്താദ് കൊറോണം പുറത്ത് ചാടി. റഹ്മത്തുള്ള കാസിമി പുകട്ടതാണ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം. ഇത് പണ്ടേ ഉള്ളതാണ്. ഷെയ്ഖുന ശംസുൽ ഉലമ സമസ്തയുടെ സെക്രട്ടറി ആയെന്ന് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ സമസ്തൻ്റെ പ്രസിഡന്റായി നിൽക്കുന്ന കാലത്ത് ഇതേപോലത്തെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് കുറേ കാലം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി. അവസാനം സമസ്തയുടെ 60ാം വാർഷിക മഹാസമ്മേളനം നടക്കുന്ന സമയത്ത് സ്വാഗതം പറഞ്ഞതാരാ? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാ സ്വാഗതം പറഞ്ഞ്. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർക്കും ശംസുൽ ഉലമ സമസ്തയുടെ സെക്രട്ടറിക്കും ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കൊക്കെ സ്വാഗതം പറഞ്ഞത് അതാ സ്വാഗത സംഘം ചെയർമാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാ. എന്നാലോ ശംസുൽ ഉലമ മുഖ്യ പ്രഭാഷണത്തിൽ പറഞ്ഞ് ഈ സംഘടനയുടെ ഉള്ളിൽ ആരെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി സമസ്തൻ്റെ ഉള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ചാരപ്പണി എടുക്കുന്നുണ്ടെങ്കിൽ ഓരൊക്കെ പിടിച്ച് പുറത്തേക്ക് ഇടുന്നു. പിന്നിട്ടില്ലേ? ഇന്ന് സമസ്തക്ക് അങ്ങനത്തെ പ്രതിസന്ധി ഏത് കാലത്തും ഉണ്ടാവും. അന്ന് കാന്തപുരം സ്വാഗതം പറയണമെന്ന് കേൾക്കിങ്ങൾ. കണ്ണിയത്ത് ഉസ്താദിന് സ്വാഗതം പറയാണ് കാന്തപുരം സമസ്തന്റെ 60ാം വാർഷികത്തിൽ. ശംസുൽ ഉലമക്ക് പിന്നെ കാന്തപുരം സ്വാഗതം പറയാണ് 60ാം വാർഷിക സമ്മേളനത്തിൽ. കേക്കി അപ്പൊ മഹാനവർകൾക്കും സ്വാഗതം പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർക്കും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കും എല്ലാവർക്കും സ്വാഗതം പറഞ്ഞാര് അന്ന് സ്വാഗത സംഘം ചെയർമാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. എന്നാൽ അതേ ഷെയ്ഖുന ശംസുൽ ഉലമ ഉദ്ഘാടനം കഴിഞ്ഞ് ഉദ്ഘാടന പ്രഭാഷണം നടത്തുകയാണ്. ആ ഉദ്ഘാടന പ്രസംഗം ഒന്ന് കേട്ടു നോക്കി. സമസ്തന്റെ ഉലമാക്കളെയും തൊട്ട് കളിക്കരുത്. ആ കളി തീക്കളിയായിരിക്കും. ഷെയ്ഖുന അതേ പ്രസംഗം, അതേ 60ാം വാർഷികത്തിലെ പ്രസംഗം. മാഷാ അല്ലാഹ്. ഈ സംഘടനക്കുള്ളിൽ ആരെങ്കിലും ചാരപ്പണി എടുക്കുന്നുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. ആരാ അന്ന് ചാരപ്പണി എടുത്തിന്? കാന്തപുരം. പിന്നെ അറസ്റ്റ് ചെയ്ത് നമ്മൾ സൗകര്യം പോലെ പറയും. ബഹുമാനപ്പെട്ട മഹാന്മാരായ ഔലിയാക്കളും ആരിഫീകളും അവർ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾ ആ പറഞ്ഞ വാക്ക്. ഇത് റബ്ബുൽ ഇസ്സത്തിന്റെ മഹത്തായ മഹാന്മാരായ ഔലിയാക്കൾ ആരിഫീകളുടെ പാർട്ടിയാണ്. ഇതാണ് ഷെയ്ഖുന ശംസുൽ ഉലമയുടെ പ്രഭാഷണം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കാന്തപുരത്തിന് ഉള്ളാൾത്തങ്ങളടക്കം ഏതാനും 5-6 പേരെ സമസ്ത അടിച്ച് പുറത്ത് കണ്ടിട്ട്. ഇങ്ങനെയുള്ള അത്ഭുതം നിറഞ്ഞ പ്രസ്ഥാനമാണ് സമസ്ത. അതുകൊണ്ട് സമസ്തനോട് ആരും കളിച്ചാൽ നിൽക്കണ്ട. ഇന്നത്തെ
കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണവർക്കും ബാധകമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഓരോന്നിനെയും കുന്നി പിടിച്ച് പുറത്തേക്കിടും ഇൻഷാ അള്ളാഹ്.